തേങ്ങയാണ് വളർത്തും. ലോകേഷേ ജോൺ വന്നില്ലേ? ഇല്ല. എന്നാലും ലോകേഷേ എന്താ ഇത്? ലോകേഷേ ഈ നാട്ടില് സൂപ്പർ ഹീറോകൾ ഉണ്ടാവും, പക്ഷെ ഇവിടുത്തെ ലോക്കൽ ഹീറോ ജോണാണ്. ജോൺ മനസ്സിലായോ? ആയോ ആയോ ഇല്ലയോ? ഒന്നോടെ ഈ നാട്ടില് പല സൂപ്പർ ഹീറോകളുണ്ടാവും, പക്ഷേ ഇവിടുത്തെ ലോക്കൽ ഹീറോ അത് ഇമ്മാനുവൽ ജോൺ ആയിരിക്കും. ഐ മീൻ ജോൺ. തുടങ്ങാം. എന്നാ ശരി. എന്നാ പിടിക്ക്, ഇതും പിടിക്ക്. വാ പിടിക്ക്. അടുത്തതാ. ഇതൊക്കെ മാറണം, ഒന്നും കൂടുതലില്ലാണ്ടായി. അടുത്താളെ പറഞ്ഞു മുമ്പ്. എവിടെയാണ് ആ സാത്താൻ? അവനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. എവിടെയാണ്? വല്ല വിവരമൊക്കെ ഉണ്ടോ? എവിടെയാണ് സാത്താൻ? ഡൽഹിക്ക് പോയി. ഡൽഹിക്ക്? ഇങ്ങോട്ട് വാ. അതെ, ആരെടുത്ത് വെച്ചിട്ട് ഡൽഹിക്ക് പോയേ? ഡൽഹിക്ക് അത് ഞാൻ ചോദിക്കണേ, ആരാണ് ഡൽഹിക്ക് വിട്ടേന്ന്? ആരാണ് ഡൽഹിക്ക് വിട്ടേ? അതല്ലേ ഞാനിപ്പോ ചോദിക്കണേ. അവരിപ്പോ ഞാനിപ്പോ ചോദിക്കണേ. അതൊക്കെ നമുക്കൊക്കെ കണ്ടുപിടിക്കണം. ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും തന്നെ അറിയാം. പോലീസ് ഇവിടെ പ്രശ്നം ഉണ്ടായ പോലീസ് വരും. പോലീസ് വന്നില്ലെങ്കിൽ ആര് വരും? ജോൺ വരും. സത്യല്ലേ? സത്യാണോ? ഈ ലോകത്ത് സംഭവിക്കുന്നത്. അതെ അതെ, പരിപ്പുവട മോഷിച്ചോണ്ട് പോകണു, സമൂസ മോഷിച്ചോണ്ട് പോകണു, ലേസിന്റെ പേര് തല്ലിക്കൊല്ലുന്നു. എൻ്റെ പൊന്നോ, ഇതൊക്കെ നമ്മുടെ കിട്ടിയ 2 മിനിറ്റിൻ്റെ അകത്താക്കും. ശരിയല്ലേ? ശരിയാണ്. ഞാൻ എന്തൊക്കെയായിരിക്കുമല്ലേ ലോകത്ത് സംഭവിക്കണേ അല്ലേ? ലേസിന്റെ പേരിൽ അടി ഉണ്ടാക്കണു, പരിപ്പുവട മോഷിച്ചോണ്ട് പോകണു, അണ്ടർവെയർ മോഷിച്ചോണ്ട് പോകണു, ജോക്കി ചട്ടിയിലാണ് അവൻ എടുത്തുകൊണ്ട് പോകണു. എന്തൊക്കെയാണ്? ഉബാസുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉബാസു 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 ഇല്ല. ഉബാസു തേങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു ജീവിയാണ്. കൂരിനെ ചവിട്ടി പൊളിക്കുക, എന്നത്തേക്ക് തേങ്ങ ഇടുക, വായിലേക്ക് ഇടുക, അതാണ് ഉബാസു. ഉബാസു നല്ല രസമുണ്ട്. ഇപ്പൊ തന്നെ അതിനെ വല്ലം മരണില്ലേ? ഉണ്ട്. ഡക്കാഡു ഡക്കാഡുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡക്കാഡു ഡക്കാഡു. നിനക്ക് എന്തേ വയ്യേ? വയ്യ ഡിഷ്. ബീഫിനും കൊണ്ട് സോസ് ചൊരിച്ച് ഉണ്ടാക്കാൻ ഡിഷാ. തിന്നാൻ കുതി വരും, കുതി കുതി. ഒരു ചായ കുടിക്കാൻ പോയാലോ? പോവാം, ചായ കുടിക്കാൻ പോവാം. ഞാനാ അന്വേഷിക്കുന്ന ക്രിമിനൽ ലോകേഷാണോ? നീയാണ് ക്രിമിനൽ, നീയാ. അവൻ എസ്കേപ്പായി. ഇത്രയും നാട് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നത് ലോകേഷിന് തന്നെയാ. ഈ മിസ്റ്റ് അവൻ എത്ര ശ്രമിച്ചാലും എന്നെ കിട്ടില്ല.
തോറ്റേന്റെ വിഷമായിരിക്കുമല്ലോ കയറി കിടക്കുന്നത്. എന്റെ ഫ്രണ്ട് വണ്ണനെ ഇടിച്ച് തോപ്പിക്കും. നമുക്ക് അടുത്ത ആഴ്ച ബാറ്റിലേക്ക് ഉടയാണോ? ആ വെയിറ്റിംഗ്. അടുത്ത ആഴ്ച അവൻ്റെ അടുത്ത് പോരാടി തന്നിരിക്കും. നിന്റെ കൂട്ടുകാരനെ തോപ്പിച്ചിട്ടാണ് ഞാൻ അടങ്ങുള്ളൂ. അതുവരേക്കും വെയിറ്റ് ചെയ്യേ. അവൻ പറഞ്ഞു വേറൊരുത്തനായി മാച്ച് വയ്ക്കും. ഞാൻ അവനായിട്ട് മാച്ച് വെക്കും. ഇവിടെ എല്ലാവർക്കും ഞാൻ ബഹുമാനം തരും. നാട്ടിൽ കാണിച്ചു തരാം. മാച്ച് വെക്കട്ടെ, നമ്മൾ ജയിക്കും. വെയിറ്റ് സാറിനടുത്ത് കൊണ്ടുപോയി വെക്കുക. അവനൊക്കെ ബഹളം കേട്ടോ എന്താ പറയണേക്ക്. ഞാനീ മാച്ച് വയ്ക്കുന്നത് നാട്ടിൽ എല്ലാവർക്കും കൂടെ ജയിച്ചിരിക്കണമെന്ന് കുഴപ്പമില്ല കാര്യമാണ്. ബാക്കിയൊന്നും എൻ്റെ ഐഡിയ ഒരു കാര്യം എനിക്കോട് ബാക്കാരിയാണ്. ജയിച്ചിട്ട് അവിടെ നിന്ന് പോലും ഈ നാട്ടിന് അഭിമാനം ഉണ്ടാക്കൂല, അതൊരു അപമാനമാക്കൂല. ഇതാണ് എനിക്ക് തരുന്ന ഒറ്റയ്ക്കൊരു വിശ്വാസം. എന്തുകൊണ്ടെന്ന് സംഭവിച്ചാലും ഇവിടെ മാച്ച് വെച്ച് നാളെ തന്നെ ജയിച്ചിരിക്കാണ്ടോ. അവൻ്റെ പേരെന്തോ പറഞ്ഞു, നാം മറന്നുപോയല്ലോ. എന്തോ ജാക്കനെങ്ങാണ്ടാണ് പേര്. ജയിച്ചിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. Because I'm so disgusting. I will win the match. ഉറപ്പാ. വേണമെങ്കിൽ പറ്റി വയ്ക്കാം. Shall I give you a bet? I will stop. I will do myself. I will win. ഇനി പോകണോ? കണ്ണ് കാണാം. Hi, I'm the guy who's going to defeat that John. One promise I will give you. I will defeat him. If you have bet, please remain side. This is my promise only. One more thing. I will defeat him nicely. But I will not have one promise also. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ രീതിയിൽ കളിക്കുന്നവർ എൻ്റെ രീതിയിൽ കളിക്കണം. വേറെ രണ്ട് രീതിയിൽ കളിക്കാൻ പാടില്ല ആരും. ഏത് ജോണാണെങ്കിലും ജോൺ എനിക്ക് 3 വർഷമായി എനിക്കറിയാം. പക്ഷെ അവൻ എന്നെ അറിഞ്ഞുകൂടാ. That's only thing he is doing. I have known him for 5 years. He don't know me. I don't know why. ഏതായാലും നിങ്ങളുണ്ടല്ലോ. ഈ എത്ര പേരെന്നെ സപ്പോർട്ട് ചെയ്യും? ഇപ്പം തന്നെ കൈവക്കാം. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരെണ്ണം മാത്രം. That is a clue which can be achieved. No clue without anything. എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. So if you don't support me, okay. I'm introducing myself to you. That's me. So very bye. എടാ ഞാൻ ആ മാച്ച് നിർത്താം. അവൻ ഒരുപാടാ. ഇന്നലെ അറിഞ്ഞു അവൻ ഇന്റർനാഷണൽ പ്ലെയറാ. എന്നെ കുല്ലു അവൻ. കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇത് നെഞ്ചൊക്കെ ഭയങ്കര തകർന്നു. ഞാനിവിടെ വെച്ച് വിടാണ്. തോൽവി സമ്മതിച്ച് തന്നേക്കുന്നു. അത്രയും തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരു സീനുണ്ടാവും. ഞാനിവിടെ വെച്ച് ഉപേക്ഷിക്കുക. ഇത്ര
വേറെ ട്രോള് കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നതാ. ട്രോള് കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഒരു കമ്പാക്ക് ഒന്ന് നടത്തിയിരിക്കും ഇവിടെ വെച്ചാണ് എൻ്റെ സത്യം. നേരത്തെ പറഞ്ഞ പോലെ സത്യമല്ല, ഈ ഡബിൾ സത്യമാണ്. തിരിക്കും എന്നിട്ട് പൂല് വിടണം. അത് തന്നെ എടാ, നമ്മളിങ്ങനെ ബിസിനസ് തുടങ്ങിയാലോ? അവനിപ്പോൾ അതാലോചിക്കുക. ഇവിടെ കണ്ട ഒരു വാല്യൂ ഇല്ല. Tell if you have any idea, tell to me. I don't want to take any risk. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാരണം തുടക്കി. എന്തെങ്കിലും ഒന്നുമില്ലാന്ന് അറിയാം, ആലോചിക്കാം. അല്ലാണ്ട് വഴിയൊന്നുമില്ല. വേണ്ടായിരുന്നു. എടാ അമ്മാരോ എന്തെങ്കിലും ഐഡിയെങ്കിലും പറഞ്ഞ് തുടക്കണം. ഒരു ഐഡിയയും കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിക്കാം. ഒരു ഐഡിയ കിട്ടി, ചായക്കട അതായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നത്. ഡെയിലി ഒരു 1000 രൂപയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെയാണോ? അതൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ബോക്സ്. അതെനിക്ക് ഇവനെ മാത്രം ഇടിക്കാനേ പേടിയുള്ളൂ. ബാക്കിയുള്ളവരാണെങ്കിൽ ഞാൻ തീർത്ത് തരാം. രണ്ടെണ്ണം ഉറപ്പാ. ബാക്കി ആരും തീർക്കും. അതെന്ത് വാങ്ങും ഉറപ്പ്. രണ്ടെണ്ണം പ്രോമിസാ. എന്നിട്ട് നീ പോയിക്കോ. പിന്നെ സമയമില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട്. കാണാം. വാ. ഈ നാട്ടുകാരുടെ എല്ലാവർക്കും ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാം. ഒരു ചായക്കട. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ വന്ന് ചായ കുടിക്കാം. അല്ലാത്തവർക്ക് അവിടെയൊക്കെ വിട്ട് പോവാം. ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയാം, അല്ലെങ്കിൽ പോവാം. പറയണ്ടോ? ബാക്കി വിഷയങ്ങൾ സംസാരിക്കാൻ ടൈമില്ല. പറഞ്ഞ പോലെ ഞാൻ പുതിയ ചായ കണ്ടുകൊണ്ട് തുടങ്ങാൻ പോകുന്നു. താല്പര്യമുണ്ടെങ്കിൽ മട്ടന്, ഇല്ലെങ്കിൽ ബൈ. എങ്ങനെയുണ്ടായി എൻ്റെ പ്രസൻറ്റേഷനൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഓപ്പോസിറ്റ് ശരി ഉറക്കെ പറയാമോ? താങ്ക്സ് ബ്രോ. ഇത്രേ ഉള്ളൂ. കാണാം. റൂമാണ് അവിടെ. ബൈ. ബ്രോ, ആ കാണുന്നത് എൻ്റെ പുതിയ ചായക്കടയാണ്. കയറി കുടിച്ചിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ കുറച്ച് കഴിക്കട്ടെ. അങ്ങനെ ഒരു നല്ല പേരും കൂടെ ആയി. ബ്രോ, ഒരു പുതിയ ചായക്കടി തുടങ്ങി. പോയി കുടിക്കുന്നില്ലേ? പോയി കുടിക്ക്. പുതിയ ചായക്കടേനെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി. സോറി ചെയ്ത തത്ത. നമുക്കിനി തമ്മിലൊരു ഇതും വേണ്ട. ലെറ്റ്സ് ബി ജോലിക്കാർ. വി ടു ആർ. ഐ വിൽ ബി യുവർ കസ്റ്റമർ. സോ ഓക്കെ ബൈ. ശരി ബൈ ബ്രോ. പിന്നെ നമ്മൾക്ക് ബ്രോ എൻ്റെ ചായക്കടയിൽ ജോലിക്ക് നിൽക്കണമെങ്കിൽ നിന്നോ. ബൈ. ജോൺ, അങ്ങ് ചെയ്തത് തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. ആണ് ഈ നാട്ടിന് പോവാണ്. ഒരു ഫൈറ്റിങ്ങും വേണ്ട, ഒരു കുന്തും വേണ്ട, ഒരു മൂഞ്ചിലും വേണ്ട. നമ്മളിപ്പോൾ ഈ നാട്ടിന് പോവാണ്. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നതാണ്. സോ ബൈ. ആൻഡ്
യു ആർ ദ തലപതി ഓഫ് ദിസ് നാട്. ഹലോ, ആ പറടാ, എന്താ പറ്റിയേ? എപ്പോ? ലോകേശൻ ഇന്നാണ് ഞാൻ കൊല്ലും. ഇത്ര നാളും ചതിക്കാറുന്നില്ലേ? കൊല്ലും കൊല്ലും ഞാൻ കൊല്ലും. അങ്ങനെ വെറുതെ ചാവനോണല്ല ഞാൻ. ഇതിനു വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടി ലോകേശനൊക്കെ തട്ടി അവൻ വെറിച്ച് അടി മേടിച്ചു. വെറിച്ച് അടി മേടിച്ചാണ് ചത്തത്. അതറിയോ? വെറിച്ച് ബോഡി പോയി കാണണം, അസിംഗമായിരിക്കും. അത്രയ്ക്കും നെറിച്ച് ബുംബുമ്പോ നെരിച്ച് കാണിച്ചു കൊടുത്തു. പിന്നൊടുക്കാം മാസ് വേനോണ് കാട്ടി, മാസ് എന്നെ കൊടുത്തു. സ്നേഹം വേനോണ് കാട്ടി, സ്നേഹം എന്നെ കൊടുത്തു. ക്രൂരത കാട്ടാൻ നോക്കി, ഇറച്ചു വെട്ടനോടെ വെട്ടിക്കൊടുത്തു. അതാണ് ഞാൻ. My cruelness and my brutality won't be never change. Should remember that. Bye. And the one thing, the story ends here.
എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നാട് വാഴാൻ പോലെ ഞാനാണ് ലോകേഷിനെ ഞാൻ തന്നെ തട്ടിയത്. അതുകൊണ്ട് ഈ നാട്ടിൽ നേതാവ് ഞാനാണ്. ജയിക്കുവാനുള്ള മാച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവനെയല്ല, ലോകേഷിനെ. അതുകൊണ്ട് നാട് വരാൻ പോണത് ഞാൻ തന്നെ.